കല്യാണം കഴിഞ്ഞിട്ടേ 4 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ ശാന്തി മുഹൂർത്തം ഉണ്ടായിരുന്നത്. ഇനി ഈ ശാന്തി മുഹൂർത്തം എന്താണെന്ന് ഓർത്ത് തലമുണ്ടാക്കൊന്നും വേണ്ട, അങ്ങനെയും ഒരു മുഹൂർത്തം ഉണ്ട്, അത്ര തന്നെ. അങ്ങനെ ഈ ആദ്യ രാത്രിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ കല്യാണം കഴിച്ച പയ്യനുണ്ടല്ലോ, അദ്ദേഹം ആദ്യം ചെന്ന് റൂമിലിരിക്കും. പെണ്ണുങ്ങൾ ആരെങ്കിലും ഉന്തി തള്ളി അവിടെ കൊണ്ടുവന്ന് വിട്ടാലേ അവർ പോവുള്ളൂ. ഇതാ ഒരു ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ. പിറ്റേ ദിവസം മുതൽ പെണ്ണുങ്ങൾ ആദ്യം അവിടെ പോയിരിക്കും, മറ്റവരെ അവർക്ക് തോന്നുമ്പോഴേ വരുള്ളൂ. എൻ്റെ ഏട്ടത്തിമാർ ഒരു ഗ്ലാസ് പാലുമായിട്ട് എൻ്റെ റൂമിൻ്റെ വാതൊക്കെ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് അവരവരുടെ പോക്കിന് പോയി. ഞാൻ പുതിയ പെണ്ണാണല്ലോ, ഞാൻ മെല്ലെ കതക് തുറന്ന് അകത്തേക്ക് കാലെടുത്ത് വെച്ച് ഞാൻ നോക്കുമ്പോൾ ആ മഹാൻ കട്ടിലേൽ പുറംതിരിഞ്ഞ് അങ്ങോട്ട് കിടക്കുകയാണ്, പെരുമ്പാൻ വിരവിഴുങ്ങിയിട്ട് കിടക്കുന്ന പോലെ. ഞാൻ മെല്ലെ ആ ഗ്ലാസും പാലും അവിടെ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ച് കട്ടിലിൻ്റെ സൈഡിൽ വന്നിരുന്നു. ഞാൻ അറിയാതെ, പുതിയ പെണ്ണല്ലേ, ഞാൻ അറിഞ്ഞതേയില്ല, എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ആത്മകഥം പുറത്തു വന്നു. അമ്മേ നാരായണാന്ന്. ഇത് കേൾക്കേണ്ട താമസം അങ്ങോട്ട് കിടന്ന ആ മഹാൻ ഇങ്ങോട്ട് ചാടി തിരിഞ്ഞു വന്നിട്ട്, ഞാനേ ഈ നാട്ടിൽ കാല് കുത്തിയപ്പോൾ തന്നെ എനിക്കൊരു വശപ്പശക്ക് ഫീൽ ചെയ്തു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? നിന്റെ നാട്ടിലൊക്കെ അമ്മമാർക്കാണല്ലേ നാരായണൻ എന്ന പേര്, എൻ്റെ നാട്ടിലൊക്കെ അച്ഛന്മാർക്കാണ് നാരായണൻ എന്ന പേരെന്ന്. ഒരു ആദ്യ രാത്രി ഒരു പെണ്ണിനോട് പറയാൻ കൊള്ളുന്ന വാക്കാണോ അത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ എൻ്റെ അവസ്ഥ. എന്ത് തന്നെ ആയാലും ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം ആർഭാടമായിട്ട്, ആഘോഷമായിട്ട്, സന്തോഷമായിട്ട് കഴിഞ്ഞ്, സന്തോഷമായിട്ടല്ല എന്നെ കെട്ടിയ ആളുമായിട്ട് തന്നെ. അതെല്ലാം കഴിഞ്ഞ് 18 വർഷമായി.